പ്ലസ് ടു കെമിസ്ട്രി എക്സാമുകളിൽ ഏറ്റവും കൂടുതൽ തവണ ആവർത്തിച്ച് ചോദിച്ച ചോദ്യമാണ് ഡിറൈവ് ആൻ എക്സ്പ്രഷൻ ഫോർ ദ ഹാഫ് ലൈഫ് പീരീഡ് ഓഫ് എ ഫസ്റ്റ് ഓർഡർ റിയാക്ഷൻ. ഒരു ഫസ്റ്റ് ഓർഡർ റിയാക്ഷന്റെ ടി ഹാഫിന്റെ ഇക്വേഷൻ ഡിറൈവ് ചെയ്തെടുക്കാനാണ് നിങ്ങളോട് പറഞ്ഞിരിക്കുന്നത്. സോ ഇതിനു വേണ്ടി ആദ്യം നിങ്ങൾക്ക് ആവശ്യം ഒരു ഫസ്റ്റ് ഓർഡർ റിയാക്ഷന്റെ ഇന്റഗ്രേറ്റഡ് റേറ്റ് ഇക്വേഷൻ ആണ്. അതെന്താണ്? K is equal to 2.303 divided by T into log R0 divided by R എന്നുള്ളതാണ്. ഇതിൽ K എന്ന് പറയുന്നത് റേറ്റ് കോൺസ്റ്റന്റ് ആണ്. T ടൈമും R0 ഇനിഷ്യൽ കോൺസെൻട്രേഷൻ ഓഫ് റിയാക്ടന്റും R ഫൈനൽ കോൺസെൻട്രേഷൻ ഓഫ് റിയാക്ടന്റുമാണ്. സോ ഇതിൽ നിന്ന് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത് K അല്ല T ആണ്. സോ Kക്ക് പകരം T എഴുതുക. T is equal to 2.303 divided by K into log R0 divided by R ആണ്. ഓക്കെ, നമുക്ക് വേണ്ടത് T ആണോ? അല്ല, T ഹാഫ് ആണ്. സോ T ഹാഫ് ഇസ് ഈക്വൽ ടു 2.303ക്ക് യാതൊരു മാറ്റവുമില്ല, ഡിവൈഡഡ് ബൈ കെയ്ക്ക് യാതൊരു മാറ്റവുമില്ല, ലോഗ് അങ്ങനെ തന്നെ. R0 എന്ന് പറയുന്നത് ഇനീഷ്യൽ കോൺസെൻട്രേഷൻ ഓഫ് റിയാക്ടന്റ് ആണ്, അതിന് യാതൊരു മാറ്റവുമില്ല. ബട്ട് അറ്റ് T is equal to T half. T half ആകുമ്പോൾ R ന് എന്ത് സംഭവിക്കും? R becomes R0/2 അല്ലെ? R എന്തായിട്ട് മാറും? R0/2 ആയിട്ട് മാറും. അതായത് ഫൈനലി നമ്മളുടെ കയ്യിലുള്ള റിയാക്ടന്റിന്റെ കോൺസെൻട്രേഷൻ എന്ന് പറയുന്നത് ഇനിഷ്യലി തുടക്കത്തിൽ നമ്മുടെ കയ്യിലുള്ളതിന്റെ നേർ പകുതിയാണ്. സോ എന്താണ് മാറ്റം സംഭവിക്കുക മക്കളെ? ഇവിടെ R ന് പകരം നിങ്ങൾ എന്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം? R0 divided by 2 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം. ആൻഡ് R0യും ക്യാൻസൽ ആകും. സോ അത് എന്തായിട്ട് മാറും? ഇറ്റ് ബിക്കംസ് log 2 ആയിട്ട് മാറും. log 2ന്റെ വാല്യൂ എന്താണ്? 2.303 by K into log 2 എന്ന് പറയുന്നത് 0.301 ആണ്. സോ നിങ്ങൾക്ക് ഫൈനൽ ആയിട്ട് കിട്ടുക 0.693 divided by K.